നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെൻട്രൽ ബാങ്കിന്റെ പുതുതായി അച്ചടിച്ച കറൻസി നോട്ടുകളുമായി എത്തിയ സൈനിക വിമാനം ഇപ്പോൾ അപകടത്തിൽപ്പെട്ടു. ഹെർക്കുലീസ് C-130 എന്ന വിമാനം എൽ ആൾട്ടോ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി സമീപത്തെ ഹൈവേയിലേക്ക് ഇടിച്ചുകയറി തകർന്നെന്നാണ് റിപ്പോർട്ട്. വിമാനം ഇടിച്ചുകയറി ഹൈവേയിലുണ്ടായിരുന്ന 15ഓളം വാഹനങ്ങളും അപകടത്തിൽ തകർന്നിട്ടുണ്ട്. അപകടത്തിൽ മരണസംഖ്യയും സംഭവിച്ചിട്ടുണ്ട്. 15 പേരോളം മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അപകടത്തിന് പിന്നാലെ വിമാനത്തിന് തീ പിടിച്ചതായും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. അപകടത്തിൽ 15 പേരാണ് ഇപ്പോൾ നിലവിൽ മരിച്ചതായി അഗ്നിരക്ഷാസേന മേധാവി പവേൽ ടവാർ സ്ഥിരീകരിച്ചത്. അതേസമയം മരിച്ചവർ വിമാനത്തിലുണ്ടായിരുന്നവരാണോ വാഹനങ്ങളിലെ യാത്രക്കാരാണോ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. അതിനിടെ വിമാനത്തിലുണ്ടായിരുന്ന 6 ജീവനക്കാരിൽ 2 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും ബൊളീവിയൻ വ്യോമസേന ജനറൽ സെർജിയോ ലോറ പറഞ്ഞു. സാന്താക്രൂസിൽ നിന്നാണ് വിമാനം എൽ ആൾട്ടോ വിമാനത്താവളത്തിലെത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപകട കാരണം സംബന്ധിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ബൊളീവിയൻ പ്രതിരോധ മന്ത്രി മാർസെലോ സാലിനാസും പ്രതികരിച്ചു. എന്നാൽ അപകടത്തിൽ എത്ര പേർ മരിച്ചെന്നോ എത്ര പേർക്ക് പരിക്കുണ്ടെന്നോ മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെയും തകർന്നു വീണ വാഹനങ്ങളുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന നോട്ടുകൾ അപകട സ്ഥലത്ത് ചിതറിക്കിടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വിമാനത്തിൽ നിന്ന് വീണ നോട്ടുകൾ ശേഖരിക്കാനായ ആളുകൾ തടിച്ചുകൂടിയതും സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതായാണ് റിപ്പോർട്ട്. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടത്. അതേസമയം സീരിയൽ നമ്പറുകൾ ഇല്ലാത്തതിനാൽ വിമാനത്തിലുണ്ടായിരുന്ന നോട്ടുകൾക്ക് വിനിമയ മൂല്യമില്ലെന്നാണ് സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് എസ്പിനോസ പ്രതികരിച്ചിരിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന നോട്ടുകൾ തലസ്ഥാനമായ ലാപാസിലേക്ക് കൊണ്ടുപോകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വിമാനത്തിൽ എത്ര തുകയുടെ കറൻസി നോട്ടുകൾ ഉണ്ടായിരുന്നുവെന്ന് സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ് വ്യക്തമാക്കിയില്ല. അപകടത്തെ തുടർന്ന് ലാപാസിലെ എൽ ആൾട്ടോ വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു. അപകട സ്ഥലത്ത് തടിച്ചുകൂടിയതും നിലത്ത് ചിതറിക്കിടക്കുന്ന കറൻസികൾ ശേഖരിക്കുന്നതുമായ രംഗങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയ ദൃശ്യങ്ങളിൽ കാണാം. സംഭവ സ്ഥലത്തെ പ്രാദേശിക അധികാരികൾ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വാട്ടർ ഹോസുകൾ ഉപയോഗിക്കുന്നതായും ദൃശ്യങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. റോയിട്ടേഴ്സ് ചിത്രങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം ബൊളീവിയയുടെ സെൻട്രൽ ബാങ്ക് മാധ്യമ പ്രവർത്തകരെ അറിയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അപകടത്തെ തുടർന്ന് എൽ ആൾട്ടോ അന്താരാഷ്ട്ര വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. അപകടത്തിൽപ്പെട്ട വിമാനം തങ്ങളുടെ വിമാന കമ്പനിയിൽ പെട്ടതല്ലെന്നാണ് ബൊളീവിയയുടെ ദേശീയ വിമാന കമ്പനിയായ ബൊളീവിയാന ഡി അവാസിയോ പറഞ്ഞിരിക്കുന്നത്.